സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. സഭ സമ്മേളിക്കുമ്പോൾ വില കൂട്ടിയത് സഭയോടുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ചു. നിയമസഭ സമ്മേളിക്കുമ്പോൾ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുകയും അത് ഭക്ഷ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങൾ വഴി പുറത്തു പറഞ്ഞതുമാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സബ്മിഷന് നോട്ടീസ് നൽകിയത്. സഭയിൽ ചർച്ച കൂടാതെയാണ് വില കൂട്ടിയതെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് തീരുമാനം പിൻവലിക്കണമെന്ന് ഭക്ഷ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇവിടെ ആളുകൾ അവരുടെ ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാർ ഇത്തരം ഒരു തീരുമാനം ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത് അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എത്ര അപകടകരമായ, സഭയെ അറിയിക്കാതെ എടുത്ത ഈ തീരുമാനം എത്ര അപകടകരമായ ഒരു തീരുമാനമാണ് പൊതുവിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. യുക്തിസഹമായാണ് വില പരിഷ്കരിച്ചതെന്നായിരുന്നു മന്ത്രി ജി.ആർ. അനിലിന്റെ പ്രതികരണം. ഇതോടെ പ്രതിപക്ഷം ബാനറും പ്ലക്കാർഡുകളും ഉയർത്തി നടുത്തളത്തിലിറങ്ങി. ബാനർ ഉപയോഗിച്ച് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഭരണപക്ഷവും സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ സഭയിൽ ബഹളമായി. ജനങ്ങൾക്ക് ആശ്വാസം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സഭയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രി ന്യായീകരിച്ചു. അവിടെ എങ്ങും തന്നെ ഈ സപ്ലൈകോ പോലുള്ള സംവിധാനം ഉള്ളത് നെല്ല് സംഭരണത്തിന്റെ ഉത്തരവാദിത്വം അല്ലാതെ മാർക്കറ്റ് ഇന്റർവെൻഷനായിട്ടുള്ള ഒരു ഉൽപ്പന്നം പോലും വിൽക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ വില കുറച്ച് കൊടുക്കുന്ന നിലപാടില്ല. നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ജനങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസം പകരാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്നുള്ള മനസ്സ് തന്നെയാണ് നമുക്കുള്ളത്. ഇതിനിടെ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുമ്പോൾ ധനവിനിയോഗ ബില്ലും വോട്ട് ഓൺ അക്കൗണ്ടും ചർച്ച കൂടാതെ സഭ പാസാക്കി. തുടർന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജനം, തിരുവനന്തപുരം.